ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ ഇതാ നാരങ്ങ മരത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ രണ്ട് പുഴുക്കളെ കണ്ടിട്ടാ. ഒന്ന് ഇതാ വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പം ഞാൻ എന്താ ഒരു കുപ്പിലിട്ട് വെച്ചു. ഇതെന്താ ആവേണ്ടത് നമുക്കൊന്നും അറിയണ്ടേ. അതിന് വേണ്ടി ഞാൻ എന്താ ഒരു കുപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തറ്റിങ്ങൾക്ക് ഇങ്ങനെ കയറി പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താറ്റുങ്ങൾ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ വെച്ചിട്ട് ഡബ്ബർ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റുങ്ങൾക്ക് ശ്വാസം കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ഹോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പിറ്റേ ദിവസമായപ്പോൾ അറ്റുങ്ങളിതാ ഇങ്ങനെ ഇട്ടുണ്ട്. ഒന്നിതാ കുറച്ചുകൂടെ ഒക്കെ വലുപ്പമായിട്ടുണ്ട്. മറ്റേത് അതേപോലെ ഗ്രീൻ കളറായിട്ടുണ്ട്. അതിൻ്റെ ചെറുതിട്ടാ. പിന്നെ ഇതാ അവർക്ക് കഴിക്കാനായിട്ട് ഇല എടുക്കാൻ പോയപ്പോൾ ഇതാ ഒരു ഇലമേൽ ഒരു പൊട്ടി പുഴുവിനെ കണ്ടിട്ടാ. എന്നിട്ട് ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ടുണ്ട്. അത് കാണുന്നുണ്ടോ? അതാക്കണ ഇലമേലുണ്ട് കേട്ടോ. പിന്നെ നാറ്റുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഒരു 2 കൊമ്പ് ഇലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതാ പിറ്റേ ദിവസമായപ്പോൾ മറ്റേ നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഉണ്ടായിരുന്ന വലുതുണ്ടായിരുന്നല്ലോ, അത് നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. പിന്നെ താറ്റുങ്ങൾ പെട്ടെന്ന് ഇല തിന്ന് തീർക്കണ്ട കേട്ടോ. 2 കൊമ്പ് തിന്ന് തീർത്തു. പിന്നെ ഇതാ എല്ലാ സാർക്കും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇല ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസമായപ്പോൾ കമ്പമ്മൽ ഇങ്ങനെ ഒരു നൂലുകൊണ്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബലമുള്ളൊരു നൂലാണ്. പിന്നെ അതവിടെ നിന്നോട്ട് വിചാരിച്ചിട്ട് ഞാനത് അടിച്ചു വെച്ചു. പിന്നെ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ രണ്ടും അതുപോലെ ആയിട്ടുണ്ട്. ഇന്നലെ ആയത് വേറൊരു രൂപമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് ഫുഡ് വേണ്ടല്ല, അപ്പോൾ അവർക്ക് വെച്ച് കൊടുത്തിൻ്റെ ഇലകളൊക്കെ എടുത്തു കിട്ടാം. പിന്നെ ഇതാ ഇങ്ങനെ കേട്ടോ ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഇതാണ് ഒന്ന് ഒട്ടിപ്പിടിച്ചത് കേട്ടോ. നല്ല ബലമുള്ള നൂലുകളാണ് ഒട്ടിയിട്ടുള്ളത്. പിന്നെ ഇതാ പിറ്റേ ദിവസമായപ്പോൾ രണ്ടും ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ കളറും ഒന്ന് ഇതാ ഈ കമ്പിൻ്റെ അതേ കളറായിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അതാക്കണ് എന്താണ് കേട്ടോ. ഒന്ന് ഗ്രീനുമാണ്, ഒന്ന് നമ്മളെ കമ്പിൻ്റെ അതേ കളറാണ്. ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഉണ്ട്. ഞാൻ ഇതൊന്ന് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ആ മരത്തിൻ്റെ കളറുള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ കാണില്ല. അതാണ് ഞാനൊന്ന് എവിടെ വെച്ചിട്ടൊന്ന് നോക്കിയ ശേഷം കേട്ടാ എനിക്ക് മനസ്സിലായതാ. പിന്നെ ഇതാ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂമ്പാറ്റി വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ. നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ ഇതിൻ്റെ കളറ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതാ ഇതിനെ പറത്തി വിട്ടു കേട്ടാ. നേരെ പോയിട്ട് ഒരു മരത്തിലിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ ഇതാ അടുത്തൊന്ന് വിരിഞ്ഞു കേട്ടാ. ഇത് നമ്മളാ മരത്തിൻ്റെ കളറിലുണ്ടായിരുന്ന ആദ്യത്തെ പൂമ്പാറ്റ കേട്ടാ. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതും ബ്ലാക്ക് വൈറ്റ് ആട്ടോ. പിന്നെ ഇത് ഞങ്ങളെടുത്തിട്ട് ഒന്ന് പറത്തിച്ച് നോക്കി. പക്ഷെ ഇതിന് അത്ര പറക്കാൻ അത്ര ഉഷാറില്ല കേട്ടോ. പിന്നെ അടുത്തൊരു ചെടിയിലൊക്കെ പോയിരുന്നിട്ടാ.
പിന്നെ അതാ ചുമരിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഇതാ ഞാൻ കുപ്പി തന്നെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു കൂട്ടാ. എന്താ വെച്ചാൽ ഒരു 6 മണി നേരത്താണ് ഞങ്ങളത് വിരിഞ്ഞത് കണ്ടത്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചം വിടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുപ്പി തന്നെ ഇട്ട് വെച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ മറ്റേനെ കാട്ടി. പിന്നെ അതിങ്ങനെ ചിറക് അടിച്ചും മുട്ടി ഇങ്ങനെ കളിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിന് കുപ്പി തന്നെ ഇട്ട് വെച്ചു. പിന്നെ ഇതാ കുറച്ച് നേരം കൂടി ആയപ്പോൾ ഞങ്ങൾ അതിനെടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ പറപ്പിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ ഷെല്ല് നല്ല ഉറപ്പിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ അത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ പറത്തിച്ചിട്ടോ. പിന്നെ ഇതാ നേരത്തെ നമ്മൾ ഇന്നലെ വിട്ട പൂമ്പാറ്റി ഇരുന്ന് അതേ സ്ഥലത്ത് തന്നെ പോയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ നമ്മൾ ആ പൂമ്പാറ്റ നിങ്ങതാക്കിയപ്പോൾ നമ്മുടെ ഒരു 2 തുമ്പികളെ കണ്ടുട്ടാ. അപ്പം ഞങ്ങൾ അതിനെയും കൂടി പിടിച്ചിട്ടാ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.